ചെസ്സിലെ ഓപ്പണിങ്ങിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ. തുടക്കക്കാർക്ക് ബിഗിനേഴ്സിന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പണിങ്ങുമായിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലുള്ളതാണ് ചെസ്സിൻ്റെ മൂവ്മെൻറ്റ്സ്. ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാം. പിന്നെ ചെസ്സിൻ്റെ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള എൻഡ് ഗെയിംസ്, ബേസിക് ചെക്ക്മേറ്റ്സ്, പിന്നീട് കുറച്ച് ടാക്ടിക്സ്. അഗെയിൻ ബേസിക് ആയിട്ടുള്ള ടാക്ടിക്സ് നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഓപ്പണിങ്ങിനെ കുറിച്ചിട്ട് ഇനി പഠിക്കാം. സോ എന്താണ് ഈ ഓപ്പണിംഗ് എന്ന് വെച്ചാൽ, ചെസ്സിന് 3 ഫേസസ് ഉണ്ട്. ഓപ്പണിംഗ്, മിഡിൽ ഗെയിം, പിന്നെ എൻഡ് ഗെയിം. ഇതിലെ ഫസ്റ്റ് 10 to 15 മൂവ്സിൽ പീസുകളെല്ലാം ഡെവലപ്പ് ചെയ്ത് സെൻറ്ററിൽ കൺട്രോളിങ്, സെൻറ്റർ ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജാണ് ഓപ്പണിംഗ്. ജനറലി ഒരു 10 to 15 മൂവ്സ് ആണെന്ന് നമ്മൾ പറയാറുള്ളത്. പിന്നെ വേറൊരു ജനറൽ ഒരു ഗൈഡ് എന്ന് പറഞ്ഞാൽ 2 റൂക്സിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പണിംഗ് കംപ്ലീറ്റ് ആയി എന്നും നമുക്ക് പറയാം. അതിൽ പീസുകളെ ഡെവലപ്പ് ചെയ്യുമ്പോൾ അവർ തമ്മിൽ നല്ലൊരു കോർഡിനേഷൻ, ഒരു ഹാർമോണിയസ് ഡെവലപ്മെൻറ്റ് എന്ന് പറയും. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. സെൻറ്റർ ഒക്കുപ്പൈ ചെയ്യുന്നതും സെൻറ്റർ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ കൂടിയിട്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൈറ്റിൻ്റെ സൈഡിലുള്ള ഒരു സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ്. അതിൻ്റെ പേര് സ്കോച്ച് ഓപ്പണിംഗ് എന്നാണ്. ആ ഓപ്പണിംഗ് എങ്ങനെ നോക്കാം. E4, E5, Knight F3, Knight C6, D4. ഈ D4 ചെയ്യുന്നതോട് കൂടിയിട്ടാണ് ഈ ഓപ്പണിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഓപ്പണിങ്ങിലാണ്. ഈ വീഡിയോയിൽ ഈ ഓപ്പണിംഗ് ആണ് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഓപ്പണിംഗ് സെലക്ട് ചെയ്യാനുള്ള കാരണം, വൈ, ബിക്കോസ് ബിഗിനേഴ്സിന് ഒരു ഓപ്പൺ ഗെയിമാണ് വേണ്ടത്. സെൻട്രെല്ലാം ഓപ്പൺ ചെയ്യണം. സോ ഈ 2 പാൺ ഇവിടെ പുഷ് ചെയ്യുന്നുണ്ട്. അതേപോലെ നൈറ്റ് അതിൻ്റെ ബെസ്റ്റ് സ്ക്വയേഴ്സിലുണ്ട്. ഇതാണ് തുടക്കക്കാർക്ക് ഏറ്റവും റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ഓപ്പണിങ്ങിലുള്ള 3 ഒബ്ജക്റ്റീവ്സ്, 3 മെയിൻ ഐഡിയാസ് ഓപ്പണിങ്ങിൽ നമ്മൾ ചെയ്യേണ്ടത്. സെൻറ്റർ പൗണ് കൊണ്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് എ ക്ലാസിക്കൽ വേ ഓഫ് പ്ലേയിങ് E4, D4. സോ ദാറ്റ് ഈസ് ദ വേ ടു പ്ലേ ഇറ്റ്. സോ ഫസ്റ്റ് അതാണ് നമ്മൾ ശ്രദ്ധിച്ച് കൊണ്ടുവരേണ്ടത്. സോ ദാറ്റ് ഈസ് ദ മൂവ് E4. ബ്ലാക്കും അതേപോലെ ട്രൈ ചെയ്യുന്നുണ്ട്, E5. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഡെവലപ്പിംഗ് യുവർ പീസസ്. അപ്പോൾ അതാണ് നമ്മളെ ഒരു സെക്കൻഡ് റൂളായിട്ട് പറയാവുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞു, പൗണിനെ സെൻറ്ററിലേക്ക് മൂവ് ചെയ്യും. ഈ 2 പൗണിനെ സെൻറ്ററിലേക്ക് മൂവ് ചെയ്തിട്ട് നമുക്ക് നിർത്താം. അത്രയും അത്യാവശ്യം ഉണ്ടെങ്കിലാണ് നെക്സ്റ്റ് പൗൺസിനൊക്കെ പുഷ് ചെയ്യുള്ളൂ. ഞാൻ ഒത്തിരി ബിഗിനേഴ്സ് എല്ലാം ചെസ്സ് കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. ദേ വിൽ സ്റ്റാർട്ട് പുഷിങ് H4 പുഷ് ചെയ്യും. അപ്പോൾ A5 ഇതേപോലെയുള്ള, പിന്നെ പൗണിനെ ഇങ്ങനെ റാൻഡമായിട്ട് അവർക്ക് തോന്നുന്നിടത്തൊക്കെ അവർ പൗണിനെ പുഷ് ചെയ്തിട്ട് ഭംഗിയായിട്ട് ഇങ്ങനെ വെക്കുന്നതെല്ലാം കണ്ടിട്ടുണ്ട്. അവർക്ക് ചെസ്സിൻ്റെ ഒബ്ജക്റ്റീവ് ഓപ്പണിംഗ് ഫേസിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തതിൻ്റെ അതുകൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഒബ്വിയസ്ലി നമ്മളെല്ലാവരും ബിഗിനേഴ്സാണ്, നമ്മളെല്ലാവരും ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഹിയർ ഒന്നുകൂടെ സയൻറ്റിഫിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, സെൻറ്ററിൽ 2 പൗൺ പുഷ് ചെയ്താൽ മതി. ലെറ്റ്സ് ഉണ്ടോ E4, E5. ഈ E4 പുഷ് ചെയ്യുന്നതോട് കൂടിയിട്ട് സെൻറ്ററിൽ നല്ല കൺട്രോൾ ചെയ്യുന്നുണ്ട്. വി നോ ദീസ് 4 ആർ ദ സെൻറ്റർ സ്ക്വയേഴ്സ്, E4, E5 ആൻഡ് D4, D5. ഇവിടെ ക്വീനും ലൈൻ ഓപ്പൺ ആയി, ബിഷപ്പിനും ലൈൻ ഓപ്പൺ ആയിരിക്കുന്നു. അതേപോലെ ബ്ലാക്കിനും ഇവിടെ ലൈൻ ഓപ്പൺ ആയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ് അബൌട്ട് E4. സെൻറ്ററും കൺട്രോൾ ചെയ്യുന്നുണ്ട്, പീസുകളും ഡെവലപ്മെൻറ്റ് ചെയ്തു വരുന്നുണ്ട്. നൈറ്റ് F3. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ്. പീസുകൾ ഡെവലപ്പ് ചെയ്യണം. സോ വി ആർ ഡെവലപ്പിംഗ് വിത്ത് ആൻ അറ്റാക്ക്. ഉണ്ടോ, ഈ പൗണിലേക്ക് ഒരു അറ്റാക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ നൈറ്റിനെ ഈ സൈഡിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നില്ല. വൈ, ബിക്കോസ് നമ്മൾ നേരത്തെ പറഞ്ഞു സെൻറ്ററിനും വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. ഹിയർ ദ നൈറ്റ് ഈ 2 സ്ക്വയേഴ്സാണ് കൺട്രോൾ ചെയ്യുന്നത് ആൻഡ് ദാറ്റ്സ് നോട്ട് ദ സെൻറ്റർ, അല്ലേ. സോ നൈറ്റ്, പിന്നെ ഇവിടുന്ന് ഈ നൈറ്റിനാകെ 2 സ്ക്വയേഴ്സ് മുന്നോട്ടേക്കുള്ളൂ. ബട്ട് ഇഫ് യു പ്ലേ ദ നൈറ്റ് ലൈക്ക് സോ, കണ്ടോ, ഇത്രയും സ്ക്വയേഴ്സ് നമുക്ക് കിട്ടി, 4 സ്ക്വയേഴ്സ് കിട്ടി. സോ ഓൾവേസ് ടുവേർഡ്സ് ദ സെൻറ്റർ. വൈ സെൻറ്റർ ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. സെൻറ്ററിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് എല്ലാ സൈഡിലേക്കും മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ മൊബിലിറ്റി കൂടും സെൻറ്റർ നമ്മൾ ഒക്കുപ്പൈ ചെയ്താലോ സെൻറ്റർ കൺട്രോൾ ചെയ്താലോ. അതും വേണ്ടിയിട്ടാണ്, ദാറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൻറ്റർ. പിന്നെ നമ്മൾ സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പണിന് സെൻറ്ററിലേക്ക് വരാൻ പറ്റില്ല ആൻഡ് ദേ വിൽ ബി ക്രാംപ്ഡ് ഓർ റിസ്ട്രിക്റ്റഡ്. സോ ദാറ്റ് ഈസ് വൈ സെൻറ്റർ ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ആൻഡ് അതാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ്. നൈറ്റിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ സെൻറ്ററിലേക്ക് പീസുകളെ കൊണ്ടുവരികയാണ്. സോ ബ്ലാക്കും ഇതേപോലെ തന്നെ നൈറ്റിനെ ഡെവലപ്പ് ചെയ്തിട്ട് ഈ പൗണിന് സപ്പോർട്ട് കൊടുത്തു. നൗ വി കനോട്ട് ടേക്ക് ഇറ്റ്. ആൻഡ് ഇവിടെയാണ് നമ്മുടെ ആ ഓപ്പണിങ് തുടങ്ങുന്നത്.
നേരത്തെ പറഞ്ഞു സ്കോച്ച് ഓപ്പണിംഗ് സ്റ്റാർട്ട്സ് വിത്ത് മൂവ് D4. സോ വാട്ട് വി ജസ്റ്റ് അച്ചീവ്ഡ്, ഈ പൗണിനെ സെൻറ്ററിലേക്ക് കൊണ്ടുവന്നു. ഈ 2 പൗണ് നമ്മൾ മൂവ് ചെയ്യുന്നുള്ളൂ. പ്ലസ് ബിഷപ്പിന് ലൈൻ ഓപ്പൺ ആക്കി, ക്വീന് കുറച്ചും കൂടെ ഒരു 2 സ്ക്വയർസും കൂടെ കിട്ടി. 2 ബിഷപ്പിനും ഇപ്പോൾ ലൈൻ ഓപ്പൺ ആയിരിക്കുകയാണ്. ആൻഡ് വി ആർ ഫൈറ്റിംഗ് ഫോർ ദ സെൻറ്റർ. ഇവിടെ ഏറ്റവും ബിഗിനർ ലെവലിലെല്ലാം ദേ വാണ്ടഡ് ടു ടേക്ക് ദ പീസസ്. അങ്ങനെയാണ് അവർക്ക് പെട്ടെന്ന് പീസുകളുടെ ടേക്ക് ചെയ്യേണ്ടി വരും. ടെൻഷൻസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ക്യാപ്ചേഴ്സ് ഒന്നും ഇഷ്ടമല്ല. ദേ വാണ്ട് ക്ലാരിറ്റി. സോ പെട്ടെന്ന് ദേ വിൽ ക്യാപ്ചർ. ഇവിടെ തിരിച്ചും ക്യാപ്ചർ ചെയ്തു. ഇനി ഹിയർ അഗെയിൻ ഒരു ബിഗിനേഴ്സ് ആണെങ്കിൽ ദേ വിൽ ജസ്റ്റ് ടേക്ക് ഇറ്റ്. ആൻഡ് ദാറ്റ് ഈസ് എ മിസ്റ്റേക്ക്. വൈ? ബിക്കോസ് യു വിൽ ഗെറ്റ് ദ ക്വീൻ ഇൻ ദ സെൻറ്റർ എന്നാണ്. ഉണ്ടോ, ഈ ക്വീന് വെരി പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ക്വയറിലാണ് ഉള്ളത്. ഒത്തിരി ഇൻഫ്ലുവൻസ് ഉണ്ട് ഈ ക്വീൻ ഓൺ ദ ബോർഡ്. ക്വീനെ ഇവിടുന്ന് സെൻറ്ററിൽ നിന്ന് കിക്ക് ചെയ്യാൻ ഇറ്റ്സ് നോട്ട് സോ ഈസി. ആൻഡ് യു ഹാവ് ടു ടേക്ക് ഫുൾ അഡ്വാൻറ്റേജ് ഓഫ് ഇറ്റ്. പിന്നെ D5 സെമി ഓപ്പൺ ആയിരിക്കുകയാണ്. സോ ഓൾ ദിസ് തിങ് ഓപ്പണൻറ്റ് നൈറ്റ് F6 ഡെവലപ്പ് ചെയ്തു. ഓപ്പണൻറ്റ് ഇതേപോലെ തന്നെ ഡെവലപ്പ് ചെയ്യും. സോ നൗ യുവർ നാച്ചുറലി നിങ്ങൾക്ക് നല്ലൊരു മൂവാണ് നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുക. അഗെയിൻ ഞാൻ പറഞ്ഞു നൈറ്റിനെ ഒബ്വിയസ്ലി ടുവേർഡ്സ് ദ സെൻറ്ററിലേക്ക് ഡെവലപ്പ് ചെയ്യണം. പക്ഷേ നമ്മുടെ ഓപ്പണൻറ്റിൻ്റെ നൈറ്റ് ഇവിടെയുണ്ട്. ഇറ്റ്സ് നോട്ട് ഓൾവേസ് യുവർ ഐഡിയ. സംടൈംസ് തിങ്ക് അബൌട്ട് വാട്ട് യുവർ ഓപ്പണൻറ്റ് ഗോട്ട് ടു ഡു. ഇവിടെ ഈ ഓപ്പണിൻ്റെ നൈറ്റിനെ സെൻറ്ററിൽ വെച്ചിരിക്കുകയാണ്. യു ക്യാൻ കിക്ക് ഇറ്റ് അല്ലേ. നമ്മുടെ ഐഡിയാസ് മാത്രമല്ല, നമ്മുടെ ഓപ്പണിനെ ടുവേർഡ്സ് ദ സെൻറ്ററിൽ വരുന്നതിന് വി ഹാവ് ടു റിസ്ട്രിക്റ്റ് ഇറ്റ് ഓർ പ്രിവെൻറ്റ് ഇറ്റ്. അപ്പോൾ ഈ നൈറ്റ് നമ്മൾ സെൻറ്ററിൽ വെക്കാൻ സമ്മതിക്കുന്നില്ല. വി ആർ ഗോയിങ് ടു പുഷ് ഇറ്റ് E5. ആൻഡ് ദിസ് ഈസ് എ ഗുഡ് മൂവ്. ഇവിടെ നൈറ്റ് C3 ഒരു ഡെവലപ്പിംഗ് മൂവ് ആണ്. ബട്ട് ഇയർ അവരുടെ നൈറ്റ് ഡെവലപ്പ് ചെയ്ത് കിടക്കുന്ന ബെസ്റ്റ് സ്ക്വയർസ് നമ്മൾ കിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മൂവ് മേക്ക് ചെയ്യുന്നത്. നൗ വി ആർ ത്രെറ്റനിങ് ദ നൈറ്റ്. അവർക്ക് നൈറ്റിനെ മൂവ് ചെയ്യാൻ നല്ലൊരു സ്ക്വയേഴ്സ് അവൈലബിൾ അല്ല. ഫോർ എക്സാമ്പിൾ നൈറ്റ് ഇവിടെ പോകുന്നുണ്ടെങ്കിൽ ക്വീൻ വിൽ ക്യാപ്ചർ ഇറ്റ്. നൈറ്റ് ഇവിടെ പോയാൽ വിൽ പ്ലേ G4. പിന്നെ നൈറ്റിന് എവിടേക്കും പോകാണ്ടാവില്ല. ദാറ്റ് നൈറ്റ് വിൽ ബി ക്യാപ്ചേർഡ്. നൈറ്റിന് D5 E4 ഇല്ല. ആൻഡ് ദെൻ ഒരു റിട്രീറ്റ് വേണ്ടി വരും. ദാറ്റ്സ് വെരി ഷെയിം. ആ റിട്രീറ്റ് മാത്രമേ പോസിബിൾ ഉള്ളൂ. ബട്ട് ഹിയർ ഈസ് അനദർ മൂവ്. ക്വീൻ E7. ഈ ക്വീൻ ഇവിടെ പിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ യു കനോട്ട് ടേക്ക് ഇറ്റ് ബിക്കോസ് ദർ ഇസ് എ ചെക്ക് ടു ദ കിങ്. ആൻഡ് നൗ വാട്ട് വി ഹാവ് ടു ഡു, ഇവിടെ നമുക്ക് നോർമൽ ഡെവലപ്പിംഗ് മൂവ് ആയിട്ടുള്ള നൈറ്റ് C3 മേക്ക് ചെയ്യാം. ബട്ട് ഫോർ ദിസ് ടാക്റ്റിക് നമ്മുടെ ഈ പിന്ന് ബ്രേക്ക് ചെയ്യാണ് വിത്ത് ഡെവലപ്പിംഗ് മൂവ് ബിഷപ്പ് E3. ഈ ബിഷപ്പ് E3ൻ്റെ ഉദ്ദേശം ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നതോട് കൂടിയിട്ട് നൗ ദ ക്വീൻ ഈസ് നോ ലോങ്ങർ പിന്നിങ് ദ pawn to the king. Now we can take it. So that is our threat. ഇവിടെ ഓപ്പണൻ്റ് വേറെ സിമ്പിളായിട്ട് നൈറ്റിനെ മൂവ് ചെയ്യലായിരുന്നു. ഇറ്റ്സ് ദ ബെസ്റ്റ് മൂവ്. അഗെയിൻ നൈറ്റ് H5 പറ്റില്ല, G4 ഉണ്ട്. സോ ഹിയർ ഓപ്പണൻ്റ് ഡിസൈഡഡ് ടു പ്ലേ C5. ആൻഡ് C5 ഇവിടെ ക്വീനിൽ അറ്റാക്കാണ്. ആൻഡ് വെനെവർ ഇങ്ങനെ ഒരു പൊസിഷൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഇങ്ങോട്ടൊരു അറ്റാക്ക് ഉണ്ട്, അതേപോലെ ഇവിടേക്ക് അറ്റാക്ക് ഉണ്ട്. ഈ പൗൺ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ പൗൺ പിന്നെ ഇവിടുന്ന് ക്വീനിലേക്ക് ഒരു അറ്റാക്ക് ഉണ്ട്. കണ്ടോ, ആ ഒരു 2 മൂവ് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് വിഷ്വലൈസ് ചെയ്യണം. എന്നിട്ട് വേണം ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഒത്തിരി ക്യാപ്ചേഴ്സ് ഉണ്ട് ബോർഡിൽ. ക്യാപ്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ വി ഹാവ് ടു തിങ്ക്. പെട്ടെന്ന് ഒരു ഈസി മൂവ് മേക്ക് ചെയ്യരുത്. കുറച്ച് തിങ്ക് ചെയ്തതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വി ക്യാൻ ടേക്ക് ദ നൈറ്റ് വിത്തൗട്ട് എനി പ്രോബ്ലം. വൈ? ബിക്കോസ് യു ടേക്ക് ഇറ്റ്. കണ്ടോ, ഇപ്പോൾ അവിടെ നമ്മുടെ ക്യൂനിലേക്ക് അറ്റാക്കാണ്, നമ്മുടെ ക്യൂനിലേക്ക് തിരിച്ചിങ്ങോട്ട് അറ്റാക്ക് ഉണ്ട്. ആൻഡ് ദ ബ്ലാക്കിൻ്റെ ക്വീൻ അറ്റാക്കാണ്. ലെറ്റ്സ് സേ ദേ ടേക്ക് ഇറ്റ് ഹിയർ. നൗ വി ക്യാൻ ടേക്ക് ഇറ്റ്. കണ്ടോ, ഇവിടുന്ന് ഫർദർ ഒരു അറ്റാക്ക് ഉണ്ട്. നൗ നമ്മുടെ ബിഷപ്പിനെ ഈ പൗണോണ്ട് ഇവിടെ ക്യാപ്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ തിരിച്ച് റീക്യാപ്ചർ ഒന്നും ചെയ്യുന്നില്ല. ബട്ട് വി ഹാവ് ബെറ്റർ മൂവ്. പൗൺ ടേക്സ് ആൻഡ് പ്രൊമോട്ട് ടു എ ക്വീൻ വിത്ത് എ ചെക്ക്. നെക്സ്റ്റ് അവർ കിങ്ങിനെ റൂക്കിനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സിംപ്ലി ടേക്ക് ദിസ് വൺ. കണ്ടോ, now they got only one bishop, we have an extra knight here and position is quite winning. സോ ഇതേപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു റിയാക്ഷൻ പാടില്ല. ഇവിടെ C5 വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്യൂനിൽ അറ്റാക്കാണ്. പെട്ടെന്ന് നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ് പെട്ടെന്ന് ക്യൂനിനെ അങ്ങോട്ട് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അതിന് പകരം യു ഹാവ് ടു തിങ്ക് ഹിയർ, why cannot we take the knight? We winning a piece with an attack on their queen. Okay, and we'll go to the next line. ഇവിടെ സ്കോച്ച് ഓപ്പണിങ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് ടേക്ക് ഇറ്റ് ആൻഡ് ടേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ക്വീൻ ഈസ് എ വെരി പവർഫുൾ സ്ക്വയറിലാണ് ഇപ്പോൾ ഉള്ളത്. നൈറ്റ് F6 ഒരു കളിച്ചു. വിൽ പ്ലേ E5, ക്വീൻ E7 പിൻ ചെയ്തു. ആൻഡ് വി ബ്രേക്ക് ദ പിൻ വിത്ത് ബിഷപ്പ് ടു E3. ഇനി അവർ നൈറ്റ് G8 ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ വി ക്യാൻ സിംപ്ലി പ്ലേ നൈറ്റ് ടു C3.
കണ്ടോ, ഇവിടെ 2 പോൺ നമ്മൾ ഡെവലപ്പ് ചെയ്തു, നൈറ്റിനെ ഡെവലപ്പ് ചെയ്തു, ബിഷപ്പിനെ പ്രിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തു. ഇനി ഇതിവിടെ നൈറ്റ് C3 മൂവ് ചെയ്തു. നൗ വാട്ട് ഈസ് അവർ നെക്സ്റ്റ് പ്ലാൻ? നെക്സ്റ്റ് പ്ലാൻ ഈസ് ടു ഗോ ക്വീൻ സൈഡ് കാസിൽ. ഇവിടെ ക്വീൻ സൈഡ് കാസിലാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അതിൻ്റെ റീസൺ ദ റൂക്ക് വിൽ ബി ഓൺ D1 സെമി ഓപ്പൺ ഫയലിലോട്ടേക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ട്. സോ അതുകൊണ്ട് റൂക്ക് ഡെവലപ്പ് ആവുന്നുണ്ട്, കിങ് സേഫ്റ്റി ആവുന്നുണ്ട്. ഓൾറൈറ്റ്, ഇനി അവരെ നെക്സ്റ്റ് ഇതേപോലെ അവർ D6 കളിച്ചു, നൈറ്റ് F6 പകരം D6. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? യു ഹാവ് ടു ഓൾവേസ് ലുക്ക് ഫോർ 2 പോണിനെ സെൻറ്ററിൽ പുഷ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് ഹാവ് ടു ഡെവലപ്പ്. സോ ഇവിടെ നൈറ്റിനാണ് പ്രിഫറൻസ് കൂടുതൽ. വി പ്ലേ വിത്ത് നൈറ്റ്. നൈറ്റ് ടുവേർഡ്സ് ദ സെൻറ്റർ ഡെവലപ്പ് ചെയ്തു. അതേപോലെ ബ്ലാക്കും ഡെവലപ്പ് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് വൺ നിങ്ങൾക്ക് കിങ് സൈഡ് കാസിൽ ചെയ്യാം, ഓർ യു ക്യാൻ ഗോ ഫോർ ക്വീൻ സൈഡ് കാസിലിംഗ്. ഇവിടെ യു ഹാവ് ടു പ്ലാൻ അറ്റ് ദിസ് മൊമെൻറ്റ്. ഇവിടെ തന്നെ പ്ലാൻ ചെയ്യണം. ബിഷപ്പിനെ മൂവ് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദ കിങ് സൈഡ് കാസിൽ, ഓർ ഈ ബിഷപ്പിനാണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ ഓൺ ടു എനി ഓഫ് ദ സ്ക്വയർ, ബിഷപ്പ് E3, F4 ഓർ G5, ദെൻ വൈറ്റ് ക്യാൻ ക്വീൻ സൈഡ് കാസിൽ. പക്ഷേ ഇവിടെ ഏത് കാസിൽ നമ്മൾ ഡിസൈഡ് ചെയ്യണം ഓൾറെഡി അറ്റ് ദിസ് പോയിന്റ്, എന്നിട്ട് വേണം നമ്മൾ ആ ബിഷപ്പിനെ വേണം ഡെവലപ്പ് ചെയ്യാൻ. സോ ഹിയർ എൻ ഈസി വേ ഈസ് ഹിയർ ദ സെമി ഓപ്പൺ ഫയൽ ഏതാണെന്ന് നോക്കാം. ഇവിടെ സെമി ഓപ്പൺ ഫയൽ വൈറ്റിന് വരുന്നത് D5 കാരണം വൈറ്റിൻ്റെ ഒരു പാണും ഇവിടെ ഇല്ല, ബ്ലാക്കിൻ്റെ ഒരു പാണും ഉണ്ട്. ബ്ലാക്കിൻ്റെ പാണും ഇവിടെ ഇല്ലെങ്കിൽ വിൽ കോൾ ദിസ് എൻ ഓപ്പൺ ഫയൽ. ഇവിടെ സെമി ഓപ്പൺ ഫയലാണ്. ഈ സെമി ഓപ്പൺ ഫയലിൽ ബ്ലാക്കിൻ്റെ സെമി ഓപ്പൺ ഫയൽ ഈസ് ദ E ഫയൽ, വൈറ്റിൻ്റെത് D5. സോ കീപ്പ് എ റൂക്ക് ഓൺ ദാറ്റ് വൺ. സോ അവിടെ റൂക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഗോ ഫോർ ദ ക്വീൻ സൈഡ് കാസ്ലിംഗ്. സോ അതുകൊണ്ട് യു ഹാവ് ടു ഡെവലപ്പ് ദിസ് ബിഷപ്പ് ഫസ്റ്റ്, നോട്ട് ദിസ് ബിഷപ്പ് ഓൺ F1. നമ്മൾ C1 ഡാർക്ക് സ്ക്വയർ ബിഷപ്പാണ് ആദ്യം ഡെവലപ്പ് ചെയ്യേണ്ടത്. ആൻഡ് നൗ ദ ക്വസ്റ്റ്യൻ ഈസ് വേർ വിൽ യു ഡെവലപ്പ് ദ ബിഷപ്പ്? ഞാൻ പറഞ്ഞു ഡെവലപ്മെൻറ്റ് മീൻസ് അത് എഫക്റ്റീവ് ആയിരിക്കണം, ഹാർമോണിയസ് ആയിരിക്കണം. ഈ 2 എലമെൻറ്റും ഒരു ഡെവലപ്മെൻറ്റിൽ വരണം. ദെൻ ഓൺലി വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ പെർഫെക്റ്റ് ഓർ അതിൻ്റെ ഓപ്റ്റിമൈസ്ഡ് ഓപ്പണിംഗ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ബിഷപ്പിന് D2 പോവാം, E3 പോവാം, F4 പോവാം, അതേപോലെ G5 പോവാം. ഓൾ ദീസ് പോസിബിലിറ്റീസ് ഉണ്ട്. ആൻഡ് യു ഹാവ് ടു ഗോ ഫോർ ദ മോസ്റ്റ് ബെസ്റ്റ് വൺ. ആൻഡ് ഹിയർ ദ ചോയ്സ് ഈസ് ബിഷപ്പ് D2 നമുക്ക് വന്നു കഴിഞ്ഞാൽ, ആൻഡ് ദാറ്റ് ദ റൂക്കിനെ ഇവിടെ വരാൻ പോകുന്ന റൂക്കിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ബിഷപ്പിന് ഇവിടുന്ന് വലിയ ഫ്യൂച്ചറൊന്നുമില്ല. ഇറ്റ്സ് നോട്ട് ലുക്കിംഗ് സോ ഗുഡ് ഓവർ ദർ. ബിഷപ്പ് E3 ഈസ് പോസിബിളി ഇറ്റ്സ് ഓക്കെ, ഫൈൻ മൂവ് ആണ്. But the problem is sometimes there will be the move knight to G4 and hitting at the bishop. That could be one possibility. Bishop G5 is like okay, pin the knight അല്ലേ. ഇവിടുന്ന് F6 നൈറ്റിനെ പിൻ ചെയ്യുന്നുണ്ട് the bishop, but black has an easy way to unpin. Bishop E7, obviously bishop E7 is the best way, simple and effective. So that is also not working really good. Bishop G5 നല്ലൊരു മൂവ് ആയിരിക്കും, but the bishop should be out of this. ബിഷപ്പ് ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ബിഷപ്പ് ഔട്ട്സൈഡ് ദ പോൺ ചെയിൻ ആണെങ്കിൽ ബിഷപ്പ് C5 ഓർ ബിഷപ്പ് B6 സംവർ ആണെങ്കിൽ ഓക്കെ. ബട്ട് ഹിയർ ആണെങ്കിൽ ബിഷപ്പ് E7 കളിച്ചുകൊണ്ട് പോണ് പിന്നെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഹിയർ വി ഹാവ് ടു ഗോ ഫോർ ദ എലിമിനേഷൻ മെത്തേഡ്. ബിഷപ്പ് D2 അല്ല, E3 അല്ല, G5 അല്ല, ആൻഡ് ദർ റിമൈൻസ് ഓൺലി ബിഷപ്പ് F4. സോ ദാറ്റ് ഈസ് ഹൗ യു ചൂസ് ദ ബെസ്റ്റ് സ്ക്വയേഴ്സ് ഫോർ യുവർ പീസസ്. വി ഹാവ് ടു തിങ്ക് ബിഷപ്പ് D2 ആണോ, E3 ആണോ, F4 ആണോ, G5 ആണെന്നുള്ളത് ലോജിക്കലി വി ഹാവ് ടു തിങ്ക് ആൻഡ് കം ടു എ കൺക്ലൂഷൻ ആൻഡ് ദെൻ പ്ലേ ഫോർ ദാറ്റ്. സോ വൈ ബിഷപ്പ് F4 ഇസ് എ ഗുഡ് മൂവ്? ഇവിടെ ബിഷപ്പിന് ഹറാസ് ചെയ്യാം, ദെൻ യു ജസ്റ്റ് സ്ലിപ്പ് ബാക്ക്, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് വൈ ദിസ് ഈസ് സച്ച് എ ഗുഡ് സ്ക്വയർ? ഇവിടെ ഈ 2 പൗണ്ടിലേക്കും ഒരു പ്രഷർ ഉണ്ട്. ഇവിടെ പാണ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ C7 ഒരു പ്രഷർ ഉണ്ട്. ആൻഡ് ബിഷപ്പിനെ ഒന്നും കൂടി ജസ്റ്റ് എയിമിങ് അറ്റ് ദീസ് 2 പൗണ്ട്സ്. ഈവൻ ദോ ദേ ആർ ഫുള്ളി ഡിഫെൻഡഡ് നൗ, ബട്ട് ഫ്യൂച്ചറിൽ അതിന് വരാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. So bishop F4, bishop E7, and now we play queen side castle. ഞാൻ നേരത്തെ പറഞ്ഞു queen side castling is the most obvious one. ഒരു സെമി ഓപ്പണിൽ റൂക്ക് വന്നു, കിങ് സേഫ്റ്റി ആവുകയും ചെയ്തു. നമ്മുടെ ഓപ്പണിങ്ങിലുള്ള ഒരു 3 റൂൾസ് ഇപ്പോൾ നമ്മൾ ഇവിടെ കണക്ട് ചെയ്ത് വന്നു. അതായത് പൗൺസിനെ സെൻറ്ററിലേക്ക് പുഷ് ചെയ്യുക, നൈറ്റ്സിനെ ഡെവലപ്പ് ചെയ്യുക, മൈനർ പീസുകളെ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിട്ട് കിങ്ങിനെ സേഫ് ഗാർഡ് ആക്കി വെച്ചു. അതോട് കൂടിയിട്ട് റൂക്കും ഗെയിമിലേക്ക് വന്നിരിക്കുകയാണ്. യു കനോട്ട് ആസ്ക് ഫോർ മോർ ഇൻ എൻ ഓപ്പണിംഗ്. ആൻഡ് അവിടെ ബ്ലാക്ക് ക്വീൻ സൈഡ് കാസ്റ്റിൽ ചെയ്തു. ഇപ്പോൾ ഇവിടെ 2 സൈഡിൽ ഒരാൾ വൈറ്റ് സൈഡ് ക്വീൻ സൈഡാണ് കാസ്റ്റിൽ ചെയ്തിട്ടുള്ളത്, ബ്ലാക്ക് സൈഡ് കിങ് സൈഡാണ്. ദ ഗെയിം വിൽ ബി വെരി ഇൻട്രസ്റ്റിംഗ്. അറ്റാക്ക് എന്തായാലും ഉണ്ടാവും, കാരണം 2 കിങ്ങും 2 സൈഡിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു പൊളിച്ച് കളിക്കും. അവിടെ ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് നല്ല അറ്റാക്ക് വരാം, അതേപോലെ ഇവിടെ തിരിച്ചിങ്ങോട്ടേക്കും അറ്റാക്ക് വരാം. പവണെല്ലാം പുഷ് ചെയ്തുകൊണ്ടിട്ടോ അല്ലെങ്കിൽ പീസ് പ്ലേ വെച്ചിട്ട് നല്ലൊരു അറ്റാക്കിംഗ് ഗെയിമായിരിക്കും ഇവിടെ അഹെഡ് ഉള്ളത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഒരു പ്രൊഫലാക്റ്റിക്, ഒരു പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഇവിടെ എടുക്കുകയാണ്. ഈ കിങ് ഇവിടേക്ക് വരുന്നുണ്ട്, ഈ ഒരു ഡയഗണൽ ഓപ്പൺ ആണ്. അതുമാത്രമല്ല ഈ പൗണ്ടിന് ഡിഫെൻഡും ഇല്ല, ബിഷപ്പ് എല്ലാം ഇങ്ങോട്ടേക്ക് വരും, ഇവിടേക്ക് അറ്റാക്ക് വരാം. സോ ഒരു വെരി പ്രൊഫലാക്റ്റിക്, ഒരു പ്രിവെൻറ്റീവ്, ഒരു ഡിഫെൻസീവ് മൂവാണിത്. കിങ് ടു B1.
കിങ് ഈ ഡയഗണലിൽ നിന്ന് മാറിയൊക്കെയാണ് ഈ പവണിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. സോ ദാറ്റ്സ് എ വെരി ഒരു ഗുഡ് മൂവാണത്. ഇതിൻ്റെ ക്വീൻ സൈഡ് കാസ്റ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ദിസ് മൂവ് ഈസ് ഓൾവേസ് ഹെൽപ്ഫുൾ. ഇവിടെ ബിഷപ്പ് ടു E6 വരികയാണ്. സോ ബിഷപ്പ് E6, ദാറ്റ്സ് എ ഡെവലപ്പിംഗ് മൂവ്, ആൻഡ് F3. സോ ദ പോൺ പുഷ് ദ ഐഡിയ നൗ. ഇവിടെ നല്ലൊരു ഗെയിം വൈറ്റിന് ഹെഡ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് എ വിന്നിങ്, ബട്ട് ഒരു ക്ലിയർ ഐഡിയ ഉണ്ട് ഇവിടെ വൈറ്റിന്. H4 G4 അതേപോലെ H5 G5 ഇങ്ങനെ പൗണിനെ പുഷ് ചെയ്തുകൊണ്ടിട്ട് ബ്ലാക്ക് കിങ്ങിലേക്ക് ഒരു അറ്റാക്ക് വെക്കാനും ഒരു അറ്റാക്ക് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റിന് പറ്റും. സോ ഇറ്റ്സ് എൻ വെരി ഗുഡ് പൊസിഷൻ. നൗ ദ നെക്സ്റ്റ് വൺ ഈസ് അഗെയിൻ നമ്മുടെ സ്കോച്ച് ഓപ്പണിങ്ങിൽ ക്വീൻ ടു F6. ഒരു ക്വീനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിട്ടിരിക്കുകയാണ്. ആൻഡ് വാട്ട് യു ഹാവ് ടു ഡു, ക്വീനെ എക്സ്ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് മൂവ്. നമ്മുടെ ഓപ്പണൻറ്റ് നല്ല ഒരു സ്ക്വയറിലേക്ക് നൈറ്റിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. സോ യു ഹാവ് ടു കീക്ക് ദ ക്വീൻ ഔട്ട്. E5. ഈ E5 വരുന്നതോട് കൂടിയിട്ട് ഇവർക്ക് ഇനി നൈറ്റ് F6ലേക്ക് അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള F6 സ്ക്വയറിലേക്ക് നൈറ്റിനെ ഓപ്പണൻറ്റിന് കൊണ്ടുവരാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് എ ഗുഡ് തിങ് ഫോർ അസ്. അവിടെ ക്വീൻ ടു B6ലേക്ക് മൂവ് ചെയ്യുകയാണ്. നൗ യു ക്യാൻ സിംപ്ലി ടേക്ക് ഇറ്റ്. നമ്മളിവിടെ ടേക്ക് ചെയ്തു. സോ ദേ ഹാവ് ടു ടേക്ക് ഇറ്റ്. ടേക്സ് B6, ആൻഡ് ഇവിടെ നൈറ്റ് C3 ഈസ് എ ഗുഡ് മൂവ്. റിമെമ്പർ അവരുടെ ഓപ്പൺ A5 കൊണ്ടുവന്നിട്ടുണ്ട്. A2 pawn ഈസ് അണ്ടർ അറ്റാക്ക്. ബട്ട് എഗെയിൻ നമ്മുടെ ഓപ്പണിംഗ് പ്രിൻസിപ്പൾസ്, ഓപ്പണിങ്സ് ഐഡിയാസ് ഇവിടെ പീസ് ഡെവലപ്മെൻ്റ് ആണ്. സോ നൈറ്റ് ടു C3. നൈറ്റ് ഓൾവേസ് ഗോയിങ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ സ്ക്വയർ. ഇവിടെ അവർ ഓപ്പണൻറ്റ് ബിഷപ്പ് B4 കളിച്ചിരിക്കുകയാണ്. ഇൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ചാൻസ് കിട്ടിയാൽ ബിഷപ്പ് ടേക്ക് C3 കളിച്ചിട്ട് ഇവിടെ ഈ പവണെല്ലാം വീക്കാവും. സോ യു ഹാവ് ടു ഡെവലപ്പ് അക്കോർഡിംഗ്ലി. സോ ഇവിടെ ഓപ്പണൻറ്റിന് ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ത്രെട്ട് ഉണ്ട്, ആൻഡ് യു ഹാവ് ടു deal with the threat, and the best move is you have to develop at the same time. So bishop to D2. ഇനി ഇവിടെ ടേക്സ് അടിച്ച് കഴിഞ്ഞാൽ യു മസ്റ്റ് ടേക്ക് ഇറ്റ് വിത്ത് ദ ബിഷപ്പ്. ഈ പൗണ്ട സ്ട്രക്ചർ അങ്ങനെ ക്രിപ്പിൾഡ് ആവില്ല. ദേ വിൽ റിമെയിൻ ആസ് ഇറ്റ് ഈസ്. ലെറ്റ്സ് സേ ദേ ടുക്ക് ഇറ്റ് ആൻഡ് നൗ വി ജസ്റ്റ് ടേക്ക് ഇറ്റ്. നൗ അവർ പിന്നെയും ഡെവലപ്പ് ചെയ്യുകയാണ്. നൈറ്റ് ടു E7. ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കറിയാം D5 ഈസ് ഓപ്പൺ. യു ക്യാൻ കാസിൽ, ബട്ട് ഇഫ് യു കാസിൽ ദർ ഈസ് അനദർ ഡേഞ്ചർ. യു സി, ഞാൻ നേരത്തെ പറഞ്ഞു A5 ഓപ്പൺ ആണ് ബ്ലാക്കിന്. സോ യു ഹാവ് ടു ഡിഫെൻഡ് ദിസ് pawn. സോ യു പുഷ് ദ pawn to A3. നൗ ദ rook ഈ pawnലേക്ക് is well defended by the B2 pawn. So that is no longer a problem. And black ഇവിടെ കാസിൽ ചെയ്യുമ്പോൾ യു ജസ്റ്റ് ഗോ ഫോർ ദ ക്വീൻ സൈഡ് കാസിൽ. നൗ റിമെമ്പർ ഈ ഒരു ഓപ്പണിങ്ങിൽ ഇവിടെ കിങ് സേഫായി, റൂക്ക് ഒരു സെമി ഓപ്പൺ D5 വന്നു. ഈ ഒരു ഓപ്പണിങ് നമ്മൾ ബിഷപ്പിനെ C4ലേക്ക് വരുന്ന അത്ര നന്നാവില്ല. കാരണം ദെൽ പ്ലേ C6 B5 പിന്നെ C5 വെച്ചുകൊണ്ടിട്ട് അവർ B4 മൂവ് ചെയ്യും. സോ ബിഷപ്പിനെ ക്വീൻ സൈഡിലേക്ക് പോകണ്ട. യു ക്യാൻ ഗോ ഫോർ ബിഷപ്പ് ടു D3 ഐഡിയാസ്. സ്റ്റിൽ വൈറ്റ് ഈസ് ഓക്കെ. ഇനി നമ്മുടെ ഇതേ ലൈനിൽ queen to F6, E5, queen B6 takes, knight C3, bishop B4, bishop D2. Now knight to E7. ഇവിടെ ക്യാപ്ചർ ചെയ്യുന്നതിന് പകരം അവർ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു E5 പുഷ് ഉള്ളത് കൊണ്ടാണ് നൈറ്റിന് F6ലേക്ക് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തത്. ആൻഡ് ദാറ്റ് ഈസ് ഗുഡ് തിങ് ഫോർ ദ വൈറ്റ് സൈഡ്. ഇവിടെ A3 കളിച്ചുകൊണ്ടിട്ട് ഈ ബിഷപ്പിനെ കിക്ക് ചെയ്യുകയാണ്. ആൻഡ് ദെൻ ബിഷപ്പ് മസ്റ്റ് ബി ടേക്കൺ. നമ്മൾ ബിഷപ്പ് കൊണ്ട് തന്നെയാണ് ക്യാപ്ചർ ചെയ്യേണ്ടത്, പൗണിനെ കൊണ്ടല്ല. ഈ പൗണിനെ കൊണ്ട് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾ 3 pawns വിൽ ബി റിയലി വീക്ക്. അവർ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. ദേ വിൽ ബി ക്രിപ്പിൾഡ്. നമ്മൾ ഐസൊലേറ്റഡ് എന്ന് പറയും. സോ ജസ്റ്റ് ടേക്ക് വിത്ത് ദാറ്റ് വൺ. നൗ കിങ് സൈഡ് കാസിൽ യു ഓൾസോ ഗോ ഫോർ ദ ക്വീൻ സൈഡ് കാസിൽ. നൈറ്റ് ടു G6 ഐഡിയ ആണ്. ഈ നൈറ്റ് G6ലെ ഒരു ഐഡിയ ഇവിടെ പൗൺ അറ്റാക്കാണ്. നൈറ്റിന് ഇങ്ങോട്ടേക്ക് 2 സ്ക്വയർസിലേക്കും വരികയും ചെയ്യും. സോ ഹൗ ക്യാൻ യു ഡീൽ വിത്ത് ദീസ് വൺ? ഈ നൈറ്റ് 2 സ്ക്വയർസിലേക്ക് എവിടേക്കും ജമ്പ് ചെയ്യും. സോ യു ക്യാൻ പ്ലേ ദാറ്റ് വൺ. ദ മൂവ് G3. ഉണ്ടോ, ഈ G3യോട് കൂടിയിട്ട് ആ 2 നൈറ്റിൻ്റെ ജമ്പും ഈ ജമ്പും നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണ്. നൈറ്റിന് ഇനി ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. റൂക്ക് ടു E8 മൂവ് ചെയ്തു. നൗ ഇവിടെ 2 അറ്റാക്ക് ഉണ്ട്. ആൻഡ് ഇഫ് യു വാച്ച് ക്ലോസ്ലി ദർ ഈസ് നോ പ്രോബ്ലം. ഇതിനെ ഇൻഡിറക്ട്ലി പ്രൊട്ടക്റ്റഡ് ആണ്. സോ ജസ്റ്റ് സെറ്റ് ദ ട്രാപ്പ്. ഇവിടെ F4 കളിച്ചുകൊണ്ട് പൗണിനെ സപ്പോർട്ടൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല.
the rook is not protected. That is the one reason, and there is a pin as well. So you should develop here. ഇവിടെ ബിഷപ്പ് G2ലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു ലൈനിലേക്ക് ബിഷപ്പിനെ ആക്റ്റീവായിട്ടുള്ള ഒരു ഡയഗണലിലേക്ക് മൂവ് ചെയ്യാണ്. ഇവിടെ ഓപ്പണൻറ്റ് നമ്മുടെ ട്രാപ്പിലേക്ക് വന്നിരിക്കുകയാണ് വിത്ത് ദ മൂവ് നൈറ്റ് ടേക്സ് E5. സോ വാട്ട് വുഡ് യു പ്ലേ ഹിയർ നൗ? നൗ യു ജസ്റ്റ് പിൻ ദ നൈറ്റ് വിത്ത് ദ അതർ റൂക്ക്. ഈ റൂക്ക് ഓൾറെഡി നല്ലൊരു ആക്റ്റീവായിട്ടുള്ള ഒരു പോസ്റ്റിലാണുള്ളത്. സോ യു ഹാവ് ടു ബ്രിങ് ദ അതർ റൂക്ക് ഇൻ ടു ദ ഗെയിം. റൂക്ക് H2 E1. ഇവിടെ ഈ റൂക്ക് നൈറ്റിലേക്കുണ്ട്, പ്ലസ് ആ റൂക്കിലേക്കുണ്ട്. സോ നൈറ്റിന് നല്ലൊരു മൂവ് ഇവിടെ അവൈലബിൾ അല്ല. നൈറ്റ് എനി മൂവ് വിത്ത് എ നൈറ്റ് വി ഹാവ് ടു തിങ്ക് ജസ്റ്റ് ടേക്ക് ദ റൂക്ക് ആൻഡ് ദ ഗെയിം വിൽ ബി ഓവർ. പക്ഷെ അവർ ആ നൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് വിത്ത് ദ മൂവ് D6. ആൻഡ് ഇവിടെയാണ് നമ്മുടെ ടാക്ടിക്സ് വരുന്നത്. നമ്മൾ പറയാറുണ്ട് വിന്നിങ് ബൈ പിന്നിങ്. ദ നൈറ്റ് ഈസ് പിൻഡ് ഹിയർ ആൻഡ് നൗ യു ക്യാൻ പ്ലേ ദ മൂവ് F4 ചെയ്തിട്ട് അടുത്ത മൂവ് നൈറ്റിനെ ക്യാപ്ചർ ചെയ്യും. ദർ ഈസ് നോ ഗുഡ് വേ ഫോർ ദ നൈറ്റ് ടു മൂവ്. ഇവിടെ നൈറ്റ് D3 യു ജസ്റ്റ് ടേക്ക് വിത്ത് ദ പാൺ. എനി അതർ നൈറ്റ് മൂവ്സ് റൂക്ക് ടേക്സ് റൂക്ക് ഈസ് ദർ. പക്ഷെ ഓപ്പണൻറ്റ് ഇവിടെ ബിഷപ്പ് ടു G4 വരികയാണ്. ആൻഡ് നൗ വാട്ട് യു ഗെറ്റ് നൗ? ഇവിടെ നമ്മുടെ റൂക്കിലേക്കും ത്രെട്ട് വരുന്നുണ്ട്. അതേപോലെ ഇവിടെ പിന്നെ ഒഴിവാക്കിയിരിക്കുകയാണ്. കാരണം ഈ റൂക്ക് ഏലുള്ള റൂക്ക് ഈയിലുള്ള റൂക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ബിഷപ്പ് ഇങ്ങോട്ട് വരുന്നതോട് കൂടിയിട്ട്. ബട്ട് ഇൻ റിട്ടേൺ ഇവിടെ നമ്മുടെ CC നോക്കണം, ചെക്ക് ക്യാപ്ചേഴ്സ് ആൻഡ് അറ്റാക്ക് നോക്കണം. ആൻഡ് സൂൺ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു വിൽ ഗെറ്റ് ദീസ് 2 മൈനർ പീസസ് ഫോർ എ റൂക്ക്. സോ യു ജസ്റ്റ് ഗോ ഫോർ ദാറ്റ് വൺ. ഇവിടെ ടേക്സ് ചെയ്തു. ഇനി അവർ ഇവിടെ ടേക്സ് ചെയ്ത് കഴിഞ്ഞാൽ യു ജസ്റ്റ് മൂവ് ദ റൂക്ക് അവേ സംവെയർ ഹിയർ ഓർ ഹിയർ, ദാറ്റ്സ് സ്റ്റിൽ ഫൈൻ. പക്ഷെ അവർ ഇവിടെ ടേക്സ് അടിക്കും. ആൻഡ് നൗ യു ജസ്റ്റ് പ്ലേ വിത്ത് അതർ റൂക്ക്. നമുക്ക് ഒരു റൂക്കിന് പകരം 2 മൈനർ പീസിന് ബിഷപ്പ് ആൻഡ് നൈറ്റിനെ കിട്ടിയിരിക്കുകയാണ്. ആൻഡ് നൗ നെക്സ്റ്റ് മൂവ് യു ക്യാൻ ഈവൻ ജസ്റ്റ് ടേക്ക് ദിസ് വൺ. 2 ബിഷപ്സ് ഒരു റൂക്കിനുണ്ട്, വിച്ച് ഈസ് എ ഗുഡ് അഡ്വാൻറ്റേജ്. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ വിത്ത് ദ സെയിം ഓപ്പണിംഗ്. ഇവിടെ ആഫ്റ്റർ നൈറ്റ് ടേക്സ് D4 ബ്ലാക്ക് ഡിസൈഡ് ചെയ്തു നോട്ട് ടു ടേക്ക് ഇറ്റ്, ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ഗുഡ്. ഇവിടെ ടേക്സ് ഈസ് നോട്ട് എ ഗുഡ് മൂവ്. നമ്മൾ നേരത്തെ അനലൈസ് ചെയ്ത എല്ലാ പൊസിഷനും അതായിരുന്നു. ഇവിടെ ക്വീൻ ടു F6 മൂവ് ചെയ്തിരിക്കുകയാണ്. ഡെഫിനറ്റ്ലി ദർ ഇസ് എൻ അറ്റാക്ക് ഓൺ ദ നൈറ്റ്. സോ ഇവിടെ എന്താ ചെയ്യേണ്ടത്? വി ക്യാൻ പ്ലേ ബിഷപ്പ് ടു E3. ബിഷപ്പ് E3 കഴിഞ്ഞാൽ അവർ ബിഷപ്പ് C5 ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ നൈറ്റിനെ പിന്നെ അറ്റാക്ക് ചെയ്യും. സോ യു ഹാവ് ടു മൂവ് അവേ വിത്ത് നൈറ്റ്. ഇവിടെ ക്വീന് F6ലേക്ക് വരുമ്പം തന്നെ ഇവിടെ C7 സ്ക്വയറിലെ പ്രൊട്ടക്ഷൻ പോയി. സോ യു ജസ്റ്റ് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഇറ്റ് ബൈ പ്ലേയിങ് നൈറ്റ് ടു B5. ആൻഡ് ഇഫ് ഈസ് നോട്ട് സപ്പോർട്ടിങ് ദിസ് വൺ യു വിൽ ജസ്റ്റ് പ്ലേ ഇറ്റ് ആൻഡ് ദെൻ ക്യാപ്ചർ ദ റൂക്ക് ഇൻ ദ കോർണർ. അല്ലേ, ആ ഒരു ഫെമിലിയർ ഫോർക്ക് ഉണ്ട്. ബട്ട് ഇൻ റിട്ടേൺ ഇവിടെ ഓപ്പണൻറ്റ് ബിഷപ്പ് ടു C5 മൂവ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് നൗ യു ഗോട്ട് എ ചോയ്സ്. യു ക്യാൻ ഈദർ ടേക്ക് ഇറ്റ് ഓർ ദെൻ ദ കിങ് അവിടെ മൂവ് ചെയ്തിട്ട് നൈറ്റിനെ അറ്റാക്ക് ചെയ്യും. ലെറ്റ്സ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം ബിഗിനേഴ്സ് എല്ലാവരും മേക്ക് ചെയ്യുന്നത്, അവരൊന്നും ചിന്തിക്കാണ്ട് നേരെ ഓക്കെ ഐ ഗോട്ട് ദ റൂക്ക് എന്ന് പറയും. ജസ്റ്റ് റൂക്കിനെ അവർ ക്യാപ്ചർ ചെയ്യും. ബട്ട് അത്ര പെട്ടെന്ന് എന്താണ് നമ്മുടെ ഓപ്പണൻറ്റിൻ്റെ ഐഡിയ വിത്ത് ദ മൂവ് ബിഷപ്പ് C5 എന്നുള്ളതായിരുന്നു നമ്മൾ ആദ്യം നോക്കേണ്ടത്. ആൻഡ് ദ പണിഷ്മെൻറ്റ് ഈസ് വെരി സ്വിഫ്റ്റ് ഹിയർ. ക്വീൻ ടേക്സ് F2, ദ ഗെയിം ഈസ് ഓവർ. ഒരു സ്കോളേഴ്സ് മേറ്റ് ഇവിടെ വന്നിരിക്കുകയാണ്. ഓപ്പണൻറ്റിൻ്റെ ഐഡിയ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കണം. എന്നിട്ട് വേണം വി ഹാവ് ടു ലുക്ക് ഫോർ അവർ ഐഡിയാസ്. നമ്മൾ ഐഡിയാസ് പുഷ് ചെയ്യുന്നതിൻ്റെ മുമ്പ് വാട്ട്സ് യുവർ ഓപ്പണൻറ്റ്സ് ഐഡിയ എന്ന് നോക്കണം. ഓർ ഓപ്പണൻറ്റിന് എന്തെങ്കിലും ഒരു ഐഡിയ കാണും വിത്ത് ദ മൂവ് ബിഷപ്പ് C5. ബട്ട് ഹിയർ ദിസ് ഐഡിയ ഇസ് വെരി ഡേഞ്ചറസ്. വൈ? ബിക്കോസ് ക്വീൻ F2 ഈസ് എ മേറ്റ്. യു മസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് ബിഫോർ ഗോയിങ് വിത്ത് യുവർ പ്ലാൻ. സോ ദ മൂവ് ഈസ് ക്വീൻ ടു E2. ക്വീൻ ഇവിടെ ഡിഫെൻഡ് ചെയ്തിരിക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം നൗ വി ആർ ത്രെറ്റനിങ് ടു ടേക്ക് ഇറ്റ്. സോ ബ്ലാക്ക് മസ്റ്റ് ഡു ദാറ്റ്. ആൻഡ് ബ്ലാക്കിന് കിങ് ഒന്നും ഇങ്ങോട്ട് മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ദേ ലൂസ് ഈസ് എ കാസ്ലിംഗ് ചാൻസസ്. ഇവിടെ ഒരു പീസുകൾ കൊണ്ട് തന്നെ ഡെവലപ്പ് ചെയ്യാണ്. ത്രെട്ടിനെ എവേഡ് ചെയ്യുന്നു വിത്ത് ദ മൂവ് ബിഷപ്പ് ടു B6. ഇവിടെ ഈ ബിഷപ്പ് അവിടെ കറക്റ്റായിട്ട് C7 ഗാർഡ് ചെയ്തിരിക്കുകയാണ്. Now again you have to develop your pieces. Again always, not always, but most of the cases knight and before the bishop. So knight 1 to C3, and this knight is developed now. And ഇവിടെ A6 കളിച്ചുകൊണ്ട് ഈ നൈറ്റിനെ കിക്ക് ചെയ്യാണ്. അഗെയിൻ യു ഹാവ് ടു ലുക്ക് ഫോർ ദ മോസ്റ്റ് നാച്ചുറൽ മൂവ്. ഇവിടെ നാച്ചുറൽ മൂവ് സിംപ്ലി നൈറ്റ് റിട്ടേൺ ബാക്ക് ആണ് വരേണ്ടത്. ബട്ട് യു ഹാവ് ടു ആസ്ക് ദ വാട്ട് ക്യാൻ ഐ ഡു മച്ച് ബെറ്റർ മൂവ്. ഇവിടെ ഈ നൈറ്റ് കോർണറിലാണ് പോയിരിക്കുന്നത്. നൈറ്റിനെ അങ്ങനെ മൂവ് ചെയ്തിട്ടുണ്ട്. നൈറ്റ് ഓൾവേസ് വാണ്ട് ടു ബി ടുവേർഡ്സ് ദ സെൻറ്റർ. ബട്ട് ഹിയർ യു ഹാവ് ദിസ് ഐഡിയ ഓഫ് വെക്കേറ്റിംഗ് വിത്ത് എൻ അറ്റാക്ക്. നൈറ്റ് ടു D5. ഇവിടെ ഈ സ്ക്വയർ വെക്കേറ്റായി ഈ നൈറ്റ് ക്യാൻ ഫാൾ ബാക്ക്. ആൻഡ് പ്ലസ് ഇവിടെ ക്വീനിലേക്ക് ഒരു അറ്റാക്ക് വന്നിരിക്കുകയാണ്. ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹിയർ.
ഇവിടെ ക്വീനിലേക്ക് അറ്റാക്ക് ആൻഡ് ക്വീന് നല്ല സ്ക്വയർസ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഹാവ് ടു ഗോ ഫോർ ദാറ്റ് വൺ. But what will happen if queen wanted to stick around the center of the board? Queen to e5. ഇവിടെ ക്വീന് ഇൻ ദ ഏർലി ഫേസ് ഓഫ് ദ ഗെയിം ക്വീനെ സെൻറ്ററിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി മൈനർ പീസും പൗൺസ് എല്ലാം വെച്ചിട്ട് ക്വീൻ അറ്റാക്ക് ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് എ ക്ലാസിക് മിസ്റ്റേക്ക് ഉള്ള ബിഗിനേഴ്സും മേക്ക് ചെയ്യുന്നതാണത്. ക്വീനെ സെൻറ്ററിലൂടെ അങ്ങനെ കൊണ്ടുവന്ന് ക്വീനെ ഏർലി ഇൻ ദ ഗെയിം കൊണ്ടുവരും ആൻഡ് പൗൺസെല്ലാം അറ്റാക്ക് ചെയ്യും. ഇതുപോലെ പൗണ് ഇപ്പോൾ ക്വീൻ അറ്റാക്കാണ് ആൻഡ് ദർ ആർ നോ ഗുഡ് സ്ക്വയർസ് ഫോർ ദ ക്വീൻ ടു ഗോ ആൻഡ് ദാറ്റ്സ് റിയലി അൺഫോർച്ചുനേറ്റ്. ഇവിടെ ക്വീന് എവിടെ പോകും? ദർ ആർ നോ ഗുഡ് സ്ക്വയർസ് അറ്റ് ആൾ. എവറി സ്ക്വയർ ഇറ്റ് ഈസ് ടേക്കൺ. ബട്ട് ദർ ഈസ് ഓൺലി ലുക്കിംഗ് ലൈക്ക് ഈ സ്ക്വയർ അവൈലബിൾ ആണെന്ന് തോന്നും. ബട്ട് ഇഫ് യു പ്ലേ ക്വീൻ ടു e6 യു ക്യാൻ സീ ദേ ടു കെയിം ഇൻ വൺ സ്ക്വയർ ഡിഫറൻസ്. ദാറ്റ് മീൻസ് നൈറ്റ് ക്യാൻ ഡു സം ബിഗ് ഡാമേജ്. നൈറ്റ് ടേക്ക് c7. വി കോൾ ദിസ് ആസ് എ ഫാമിലി ഫോർക്ക്. ഇവിടെ ബിഷപ്പ് ടേക്സ് ക്യാപ്ചർ ചെയ്തിട്ടും കാര്യമില്ല. ദ സെയിം എഫക്ട് ദ അതർ നൈറ്റ് പോപ്സ് ഇൻ വിത്ത് അഗെയിൻ ദ ഡെഡ്ലി ഡാമേജ്. അടുത്ത മൂവിൽ ക്വീന് പോവും. Queen will be lost and the game. So the queen out early is punished like so. So we'll go with that again. The move queen to f6, knight to b5, bishop c5. Again opponent nallor idea undu, just mate in 1 is threatened. So queen to e2, bishop to b6 and now knight 1 to c3, a6 and the knight to d5. Again idea. Ivide they decided to go for the simple queen to d8. Ivide protect ചെയ്തിരിക്കുകയാണ്. And now you can capture the bishop. ഇവിടെ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുന്നു. c takes b6 and ഇവിടെ ഈ സ്ക്വയർ ഇപ്പോൾ കൺട്രോൾ ഇല്ല. യു ജസ്റ്റ് പ്ലേ knight to d6. നല്ലൊരു പൊസിഷനാണ്. ബ്ലാക്കിന് കിങ്ങിന് ഇനി കാസ്റ്റിൽ ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ്സ് ആൻ അഡ്വാൻറ്റേജസ്. കിങ് ഇവിടെ സെൻട്രൽ ഉണ്ടാവും ആൻഡ് യു ക്യാൻ ഗോ ഫോർ ക്വീൻ സൈഡ് കാസിൽ. എന്നിട്ട് ഗെയിം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ ആഫ്റ്റർ ദ മൂവ് നൈറ്റ് ടു d5 ഇവിടെ ക്വീൻ d8 പോയി കഴിഞ്ഞാൽ വി ക്യാൻ സിംപ്ലി ടേക്ക് ഇറ്റ് ആൻഡ് ദെൻ ദർ ഇസ് ദിസ് മൂവ്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് സൈഡ് ത്രോസ് ഇൻ എ ചെക്ക് ഹിയർ ഫസ്റ്റ്. സോ ബിഷപ്പ് ടു a5 ഒരു ചെക്ക് വന്നിരിക്കുകയാണ് ആൻഡ് നൗ യു ക്യാൻ റിട്രീറ്റ് വിത്ത് അതർ നൈറ്റ്. ആൻഡ് നൈറ്റ് അണ്ടർ അറ്റാക്ക് ആയിരുന്നു പാണിൻ്റെ. സോ ദാറ്റ് ഹാസ് ബീൻ സേഫ്ലി ബ്രോട്ട് ഇൻ ടു ദ സെൻറ്റർ ആൻഡ് ബിഷപ്പ് ടേക്സ് e3. ജസ്റ്റ് ടേക്ക് ഇറ്റ് വിത്ത് ദിസ് b ടേക്സ് e3. സോ അഗെയിൻ ഒരു ഇമ്പോർട്ടൻറ്റ് മൂവ് ആൻഡ് നൗ യു ക്യാൻ പ്ലേ bishop to b2 and then queen side castling. അത് നല്ലൊരു പോസിബിലിറ്റിയാണ് വിത്ത് ആൻ അറ്റാക്കിങ് ഡാർക്ക് ലോങ് ഡയാഗണൽ. ഓഫ് കോഴ്സ് ഇവിടെ ക്വീനിൽ ഒരു അറ്റാക്ക് ഉണ്ട്. ക്വീൻ മസ്റ്റ് മൂവ് ബിഷപ്പ് b2 ആൻഡ് ക്വീൻ സൈഡ് കാസിൽ ഈസ് വൈറ്റ്സ് ഐഡിയ. ഇവിടെ ക്വീന് f6 നൈറ്റ് b5 ബിഷപ്പ് വന്നു ക്വീൻ e2 നൈറ്റ് 1 c3. ഇവിടെ നൈറ്റ് a6 പകരം ഇൻസ്റ്റഡ് നൈറ്റ് g2 e7 വരികയാണ്. ഇവിടെ നമ്മൾ നെക്സ്റ്റ് യു ഹാവ് ടു ഡെവലപ്പ് അതർ പീസ് ബിഷപ്പ് ടു e3. സോ ബിഷപ്പ് ടു a5 ആൻഡ് നൗ ട്രിപ്ലോ. ഇവിടെ ക്വീൻ സൈഡ് കാസിൽ ട്രിപ്ലോ ലോങ് കാസിൽ ചെയ്തിരിക്കുകയാണ്. റൂക്ക് ഗെയിമിലേക്ക് വന്നു. നൗ ദേ ഹാവ് ടു അറ്റാക്ക് ഹിയർ. അവിടെ നൈറ്റിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അഗെയിൻ ദ സെയിം ഐഡിയ, യു ജസ്റ്റ് ഗോ ഫോർ ദിസ് മൂവ് നൈറ്റ് d5. ഇവിടെ ടാക്ടിക്സ് വരുന്നു. നൈറ്റ് ടേക്സ് d5, e ടേക്സ് d5. ഇവിടെ e5 ഓപ്പൺ ആയിരിക്കുകയാണ് കിങ്ങിലേക്ക്. ബിഷപ്പിനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി മൾട്ടിപ്പിൾ അറ്റാക്സ്. സോ നൈറ്റ് ടു e7. ഇവിടെ ഫോർ ദ മൂമെൻറ്റ് e5 ക്ലോസ് ചെയ്തു ആൻഡ് അഗെയിൻ നൈറ്റ് ഈസ് അണ്ടർ അറ്റാക്ക്. ഇവിടെ നൈറ്റിന് അറ്റാക്ക് ഉണ്ടായിരുന്നു. സോ യു ജസ്റ്റ് പ്ലേ നൈറ്റ് ടു a3. ഇവിടെ നൈറ്റ് ടു a3 റിട്രീറ്റ് ചെയ്യുന്നുണ്ട്. നൈറ്റ് c3 വരുന്നില്ല കാരണം ബിഷപ്പ് ടേക്സ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നൈറ്റ് a3 നിർബന്ധിതമായിട്ട് വരേണ്ടി വന്നു. സോ b5 വന്നു ആൻഡ് നൗ യു ഹാവ് ടു ലുക്ക് ഫോർ വാട്ട് ഈസ് യുവർ ഓപ്പണൻസ് ഐഡിയ. അഗെയിൻ ഇവിടെ b4 ഇസ് നോട്ട് എ ഗ്രേറ്റ് ഐഡിയ ബിക്കോസ് യു ഹാവ് നൈറ്റ് ടു c4 സ്ക്വയർ അവൈലബിൾ ആണ്. ബട്ട് ഓപ്പണിൻ്റെ ഐഡിയ ഈസ് കിങ് സൈഡ് കാസിൽ. ഹൗ ക്യാൻ യു സ്റ്റോപ്പ് ദാറ്റ് വൺ? ഇത് നമ്മൾ ഇവിടെ ഒത്തിരി ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദർ ഈസ് ദിസ് വേ, ക്വീൻ ഈസ് ഓൾസോ ഓൺ ദ ഫയൽ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ബിഷപ്പ് g5 യു വാണ്ടഡ് ടു ഗോ ഫോർ ദാറ്റ് വൺ. ബട്ട് പക്ഷേ ഇവിടെ ബിഷപ്പ് g5 ഒന്നും ഇറ്റ്സ് നോട്ട് കമ്മിങ് വിത്ത് എ സപ്പോർട്ട്. സോ യു ഹാവ് ടു ഡു ദാറ്റ് വിത്ത് എ സപ്പോർട്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദ ക്വീൻ ആൻഡ് ദ നൈറ്റ് വിൽ ബി അണ്ടർ അറ്റാക്ക്. സോ യു പ്ലേ ദ മൂവ് h4. സോ വാട്ട് ഇസ് ഇമ്പോർട്ടൻസ് ഓഫ് ദാറ്റ് മൂവ്? അവർ കാസിൽ ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ദിസ് മൂവ് ബിഷപ്പ് ടു g5. നൗ ദ പൗൺ ഈസ് സപ്പോർട്ടിങ് ദ ബിഷപ്പ്. ബിഷപ്പ് ഇവിടെ കോർത്തിരിക്കുകയാണ് ക്വീനെ ആൻഡ് ദ നൈറ്റ്. ഇവിടെ ആ നൈറ്റിനെ 2 ടൈംസ് അറ്റാക്കാണ്. സോ ദാറ്റ് നൈറ്റ് വിൽ ബി ലോസ്റ്റ്.
So the move is h4. h4 is aimed at black's queenside castling. So bishop to b4 വന്നു, and now bishop to g5, queen to d6, and now rook to d4. ഇവിടെ ഒത്തിരി ടാക്ടിക്സ് ഉണ്ട്. യു ഹാവ് ടു യുവർ അറ്റാക്കിങ് ഹിയർ ആൻഡ് അറ്റ് ദ സെയിം ടൈം റൂക്കിനെ ഇങ്ങോട്ടേക്കും വന്നിട്ട് കൂടുതൽ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ഐഡിയ ഉണ്ട്. സോ ഇവിടെ ബിഷപ്പ് ടേക്സ് e3 മൂവ് ചെയ്യുന്നു, ആൻഡ് നൗ യു ഹാവ് വൺസ് അഗെയിൻ ദ ടാക്ടിക്സ് ഹിയർ. ബിഷപ്പ് ടേക്സ് e7. ദാറ്റ്സ് എ ഗുഡ് വൺ. ഇവിടെ എന്തിനാണ് ഈ റൂക്ക് ഡെവലപ്പ് ചെയ്തെന്നുള്ളത് യു വിൽ അണ്ടർസ്റ്റാൻഡ് സൂൺ. ക്വീൻ ടേക്സ് e7, ദെൻ ദർ ഈസ് റൂക്ക് e4 വരുന്നു. റൂക്ക് e4 വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ലോസ്റ്റ്. ദ ടാക്ടിക്സ് ഈസ് ഫേവറിങ് ദ white side. So that's how you wanted to ഈ ഓപ്പണിങ് നമുക്ക് കളിക്കേണ്ടത്, ഗെയിം കണ്ടിന്യൂ ചെയ്യേണ്ടത് ഇതുപോലെയുള്ള മൂവ്സ്, പവർഫുൾ മൂവ്സ് വെച്ചുകൊണ്ടിട്ടാണ്. സോ നൈറ്റ് ടു b5, now queen e2, bishop b6 woman n1 c3 and e7, and then you play bishop to e3, again developing, and next you can go for triple o, bishop a5, triple o, a6. Now knight to d5, knight takes d5, e takes d5. There is an attack on the knight as well. So a takes b5. Now ഇവിടെ ഇനിയൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. there is this powerful discovery. നാച്ചുറൽ മൂവ് എല്ലാം pawn takes knight ആണ്, but you have to go with the threat here. ഇവിടെ bishop to d4 is a good move. So two things are threatened. ഇവിടെ obviously കിങ്ങിലേക്ക് ഒരു ചെക്ക് ഉണ്ട്, അതേപോലെ ക്വീനിലേക്ക് അറ്റാക്ക് ഉണ്ട്. So you have to both of them are king മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂം പോകും. Again there is a check. So the best thing is queen വെച്ചിട്ട് ചെക്ക് ബ്ലോക്ക് ചെയ്യുക. That is the best way. And now just simple take the knight like so. Here queen takes e2 വരുന്നു, and now you can take it, but there is an in between move. ഈ മൂവ് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് ഒരു in between move you can go for, that is c takes d7 with the check ആണ്. So queen cannot escape. Queen and next move you can capture like so, and this position is good for the white side. Okay, and now again we will look at the idea. Knight to e7, bishop e3, bishop f5, triple o, e6, and now knight to d5, knight takes d5, he takes d5, takes it, and now bishop d4, queen e7, just take it, and now they decide to take it here. Now what we have to do, bishop takes g7. ഇവിടെ റൂക്കിലേക്ക് ഒരു അറ്റാക്ക് വെച്ചിട്ടുണ്ട്. സോ റൂക്ക് ഇൻ റിട്ടേൺ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു, ആൻഡ് നൗ യു പ്ലേ ബിഷപ്പ് ടു f6. വെരി പവർഫുൾ മൂവ്. ബിഷപ്പ് ക്വീനിൽ അറ്റാക്കാണ്. നൗ ദ ക്വീൻ ഡിസൈഡ് ടു ടേക്ക് ഹിയർ. ക്വീൻ ടേക്സ് ക്വീൻ, ടേക്സ് ഇറ്റ്. അപ്പോൾ ഇതിവിടെ മൂവ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ പാണിൻ്റെ സപ്പോർട്ട് പോകുന്നു. സോ ദ ഡിസൈഡ് ടു ടേക്ക് ഇറ്റ്. നൗ ബിഷപ്പ് d3 മൂവ് ചെയ്യുന്നു, ഈ പാണിന് അറ്റാക്ക്. റൂക്ക് ടേക്സ് f2. നൗ ഇവിടെ ബിഷപ്പിന് ഒരു അറ്റാക്ക് ഉണ്ട്. സോ ദിൽ പ്ലേ ബിഷപ്പ് ടു h4. നൗ ബിഷപ്പ് ഇവിടെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. സോ റൂക്ക് ടു g2 വരുമ്പോൾ വിൽ പ്ലേ ബിഷപ്പ് ടു g3 with a simple idea to play bishop to f1 and trapping the bishop. So they'll play bishop to, and now you can go for this check. Rook d to e1, king to f8, and now bishop to e4. Looking good. Position is still equal. ഇവിടെ ഇങ്ങനെ ടേക്സ് അടിച്ചു കഴിഞ്ഞാൽ പൊസിഷൻ ഈക്വൽ തന്നെയാണ്, ബട്ട് ഇറ്റ്സ് നോട്ട് സോ ഈസി ടു പ്ലേ ഫോർ ദ ബ്ലാക്ക് സൈഡ്. അഗെയിൻ ക്വീൻ f6 ലൈനിലേക്ക് നമ്മൾ നോക്കുന്നുണ്ട്. നൈറ്റ് b5 ഈസ് ദ മൂവ്. ബിഷപ്പ് മൈറ്റ് ഇൻ 1 ത്രെട്ടാണ്. ക്വീൻ e2, ബിഷപ്പ് b6 പോയി, നൈറ്റ് c3, knight g2 e7, bishop e3. Every move we are developing. So bishop to a5, now triple o, a6, knight to d5. Three lines are opening. e5 open ചെയ്യുന്നുണ്ട്, takes, and now bishop to d4, queen e7, just take it. And if pawn takes means naturally the d5 ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്, and blackന് ബിഷപ്പ് ലൈനിൽ വന്നിരിക്കുകയാണ്. But bishop takes g7 is a good thing, and now rook to g8, now bishop to f6. There is a difference here now. If queen takes e2, you might think that okay, now you have to take it here. No, always watch out for CCA, check, capture and attack. Every game, every move എവിടൊക്കെ ക്യാപ്ചർ ഉണ്ട്, ചെക്ക് ഉണ്ട്, നമ്മൾ നോക്കിക്കൊണ്ടേ ഇരിക്കണം. യു ഹാവ് ടു ബി അലേർട്ട്. ഇൻ ദ സോണിൽ തന്നെ വേണം, കോൺസെൻട്രേഷൻ പോകാൻ വേണ്ടി പാടില്ല. ആൻഡ് ഹിയർ വി വിൽ സീ ദിസ് ചെക്ക് ഹിയർ, ആൻഡ് ദാറ്റ് ഈസ് ഗുഡ് ഇനഫ്.
rook to d8 is a checkmate അല്ലേ ഇവിടെ ക്വീനെ ക്യാപ്ചർ ഒന്നും വേണ്ട once you can finish the game off why not അല്ലേ I mean those who know the history of chess, this is called the morphy-mate. And let's go for the queen f6 line again. After queen f6, knight b5, bishop c5, queen e2, bishop b6, and then 1 c3, and g7, bishop e3, bishop f5, triple load a6, and now knight d5, opening up of the e file. Yeah, takes, and now bishop d4, bishop e7, queen e7, now takes bishop, take, and now this ഇവിടെ capture ചെയ്തിരിക്കുകയാണ്. So you have to take it, and now there it is. The mating one threaten ചെയ്തിരിക്കുകയാണ്. So bishop to e6. Now the rook is taking care of. പിന്നെ ഇവിടെ തിരിച്ചിങ്ങോട്ട് ഒരു attack ഉണ്ട്. So we'll play just bishop to d3. It will also attack the square. So takes it, and now take it. And now the position is still fine, still equal. ഇവിടെ game equal ആണ്. And you can always challenge like so. So that was the line with the queen to f6 in the fourth move. ഇവിടെ instead of queen to f6 ഇവിടെ queen h4 ഒരു മൂവ് മേക്ക് ചെയ്തിരിക്കുകയാണ്. So what you have to play again, development as always. നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നു ബിഫോർ ദ ബിഷപ്സ്. ഇവിടെ ബിഷപ്പ് ടു b4, decide to take it. ഇവിടെ we are not going for the king side castle, so we'll just develop the next one. So bishop to e2. ഇവിടെ queen takes e4 is played. ഇവിടെ knight pinned ആണ്, so you cannot take it. So you just go for knight to b5. Bishop takes e3, and now b takes e3 with an idea to ഇവിടെ ഒരു ഫോർക്കിൻ്റെ ഒരു ഐഡിയ ഉണ്ട്. So king to d8, and now king side castles. Now rook to e1 is another idea. അവർ a6 മൂവ് ചെയ്യുന്നു നൈറ്റിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ആൻഡ് നൈറ്റ് മസ്റ്റ് റിട്രീറ്റ് അഗെയിൻ ടുവേർഡ്സ് ദ സെൻറ്റർ. കോർണറിലേക്ക് ഒന്നും പോകണ്ട, ജസ്റ്റ് ടുവേർഡ്സ് ദ സെൻറ്ററിലേക്ക് തന്നെ നൈറ്റിനെ കൊണ്ടുവരുന്നു. നൈറ്റ് ടേക്സ് ഇറ്റ്, സി ടേക്സ് d4. ഇവിടെ വൈറ്റ് ഈസ് ആക്ച്വലി ഫൈൻ. വൈറ്റ് ഈസ് ചെറിയൊരു അഡ്വാൻറ്റേജ് വൈറ്റിനുണ്ട്. വൈ? ബിക്കോസ് ഈസ് ഡെവലപ്മെൻറ്റ് ഓൾ ദ ബിഷപ്സ് ലൈനൊക്കെ ഓപ്പൺ ആണ്, റൂക്കിന് ഓപ്പൺ ആണ്, ആൻഡ് യു ക്യാൻ ലുക്ക് ഫോർ എ ഗുഡ് ഗെയിം ഇൻ ദ മിഡിൽ ഗെയിം. So that was this idea in the Scotch opening. And നിങ്ങൾക്ക് ഓരോ ബിഗിനേഴ്സിനും ഈ ഒരു ഓപ്പണിങ് പഠിച്ചുകൊണ്ട് നിങ്ങളുടെ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇൻ ദ നെക്സ്റ്റ് സെക്ഷൻ വി വിൽ ഡിസ്കസ് മോർ ഓൺ ദ സെയിം ഓപ്പണിംഗ്.